വർഷങ്ങളോളം കോൺഗ്രസിൻ്റെ എല്ലാ രീതിയിലുള്ള സഹായവും പറ്റിക്കൊണ്ട് നേതാവായി വളർന്നതിന് ശേഷം കോൺഗ്രസിനെ തള്ളിപ്പറഞ്ഞ് തനിക്ക് വോട്ട് ചെയ്ത മുസ്ലിം സമുദായത്തെ മുഴുവൻ തള്ളിപ്പറഞ്ഞ് അവർ മുഴുവൻ രാജ്യത്തെ വിഘടനവാദികളാണെന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിലേറുന്നു. ആ മനുഷ്യൻ വീണ്ടും വീണ്ടും ജനങ്ങളിൽ വെറുപ്പ് മാത്രം സൃഷ്ടിക്കുന്നു. ജനങ്ങൾക്കിടയിൽ വിഭജിച്ച് ഭരണം കൈയാളാൻ ശ്രമിക്കുന്നു. അതെ, ഹിമന്ത വിശ്വ ശർമ്മയുടെ കാര്യം തന്നെയാണ് പറഞ്ഞു വരുന്നത്. BJPയിലെ മിതത്വവാദിയായ സർവാനന്ദ സോനോവാളിനെ പോലും മൂലക്കിരുത്തിക്കൊണ്ടാണ് ഹിമന്ത വിശ്വസ് BJPയുടെ ബാറ്റൺ പരിപൂർണമായി ഏറ്റെടുക്കുന്നത്. ആസാമിൽ മാത്രമല്ല, വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലെ മുഴുവൻ അട്ടിപ്പിറവകാശവും അവിടുത്തെ BJPയുടെ വളർച്ചയ്ക്ക് കാരണക്കാരൻ താൻ ഒറ്റ ഒരാളാണ് എന്ന് BJP നേതൃത്വത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഹിമന്ത വിശ്വ ശർമ്മയുടെ ഇപ്പോഴത്തെ നാടകീയ നീക്കങ്ങൾ. ഹിമന്ത് വീണ്ടും മുഖ്യമന്ത്രിയായാൽ ആസാമിൻ്റെ എല്ലാ രീതിയിലുള്ള സാമ്പത്തിക പുരോഗമനമോ അവിടുത്തെ സാമുദായിക സന്തുലിതാവസ്ഥയും താറുമാകും എന്നുള്ളതിന് സംശയമൊന്നുമില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് പ്രതീക്ഷിച്ചത്ര വോട്ട് കിട്ടാത്തതിൽ വലിയ രോഷാകുലനായിരുന്ന ഹിമന്ത് പറഞ്ഞത്, ഇവിടുത്തെ പല മണ്ഡലങ്ങളിലും ക്രമാതീതമായി കോൺഗ്രസിന് വോട്ട് കൂടിയത് ബംഗ്ലാദേശികളും മറ്റു പല പ്രദേശങ്ങളിൽ നിന്നും പലായനം ചെയ്തിട്ടുള്ള അന്യരാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളുടെ കൂട്ടപ്രവേശനമാണ്. ഇവരുടെയൊക്കെ ആധാർ കാർഡ് നിഷേധിക്കണം, ഇവരൊന്നും പൗരത്വ പട്ടികയിൽ ഉൾപ്പെടുന്നവരല്ല എന്ന് പറഞ്ഞ് വിവാദ പ്രസ്താവനകൾ പലതും ഇറക്കി. തരുൺ ഗൊഗോയുടെ വലങ്കയായി ഒരുനാൾ പ്രവർത്തിച്ചിരുന്ന ഹിമന്ത് പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ മകനായ കോൺഗ്രസിൻ്റെ ജോർഹാത്ത് MP ആയിട്ടുള്ള നിലവിലെ ആസാമിലെ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായ ഗൗരവ് ഗൊഗോയ് ഈ രാജ്യത്തെ ഏറ്റവും വെറുക്കുന്ന വ്യക്തിയാണ് എന്നാണ്. ഈ രാജ്യത്തിൻ്റെ സന്തുലിതാവസ്ഥയ്ക്ക് ചേരുന്ന വ്യക്തിയല്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യ പാകിസ്ഥാൻ സ്വദേശിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെയും പൗരത്വാവകാശം നിഷേധിക്കണമെന്നുമാണ് കേന്ദ്ര നേതൃത്വത്തിന് കത്തയച്ചത്. ഇത്തരത്തിൽ ഏറ്റവും മോശമായ രീതിയിൽ എതിർ പാർട്ടികളോട് വൈരാഗ്യം വെച്ചു പുലർത്തുന്ന മറ്റൊരു നേതാവ് ഇന്ത്യയിലുണ്ടോ എന്ന് സംശയിക്കേണ്ടതാണ്. ഇപ്പോൾ ഹിമന്ത വിശ്വ ശർമ്മ പറയുന്നത്, ഏതെങ്കിലും രീതിയിൽ തനിക്ക് അധികാരം കിട്ടാത്ത സ്ഥിതി വന്നാൽ രാഷ്ട്രപതി ഭരണം ഉണ്ടാവുകയും മണിപ്പൂരിൻ്റെ സാഹചര്യങ്ങളെ വീണ്ടും ആസാമിലേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രത്യേക അന്തരീക്ഷം ഉണ്ടാകാൻ ഇടയുണ്ട് എന്നുമൊക്കെയാണ്. മണിപ്പൂരിൻ്റെ കലാപ സാഹചര്യങ്ങൾ BJP അറിഞ്ഞുകൊണ്ട് അതിനെ വലിയ തോതിൽ വർദ്ധിപ്പിച്ചതാണ് എന്ന് എല്ലാവർക്കും അറിയാം. ബിരേൻ സിംഗ് രാജിവെക്കാനുണ്ടായ കാരണവും എല്ലാവർക്കും അറിയാം. ആസാമിൽ വെടക്കാക്കി തനിക്കാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുമ്പോഴാണ് ഈ കള്ളക്കളി എങ്ങനെയായിരുന്നു എന്നുള്ളത് ജനങ്ങൾ തിരിച്ചറിയുന്നത്.